എല്ലാവർക്കും നമസ്കാരം. ഇത് ഒരു ട്രാവലിംഗ് വീഡിയോ ആണോ എന്ന് ചോദിച്ചാൽ ആണെന്നും അല്ലാന്നും പറയാം. ഇത് നമ്മുടെ സംഘടനയുടെ, അതായത് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള AAWKൻ്റെ വയനാട്ടിൽ വെച്ചിട്ട് 2 ദിവസത്തെ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിന് പോയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോ, അതുകൂടാതെ സംഘടനൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. അപ്പോൾ നമ്മളിവിടെ റിസോർട്ടിലെത്തിയിട്ടുണ്ട്. ബാണാസുര മൗണ്ടൻ റിസോർട്ടിലാണ് നമ്മുടെ പ്രോഗ്രാം വെച്ചിട്ടുള്ളത്. ഇന്ന് രാത്രിയും നാളെ പകലുമായിട്ടാണ് ഇവിടെ പരിപാടി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഹായ് ഫ്രണ്ട്സ്, 2 ദിവസത്തെ ഒരു യാത്ര. നമ്മൾ ഈ റിസോർട്ടിലുള്ളത് ബാണാസുര. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നും നാളെയും ഇവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ കാര്യങ്ങളെല്ലാം നാളെ പകലത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് പറയാം. അപ്പോൾ നമ്മളെ ടീമെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങളെല്ലാം ഇതിൻ്റെ അത് ഉൾപ്പെടുത്തും. അതുപോലെ തന്നെ നാളത്തെ ചില പരിപാടികൾ, ഇന്ന് രാത്രിക്കത്തെ ചില പരിപാടികളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇത്. അപ്പോൾ ശനിയാഴ്ച ഉച്ചക്ക് നമ്മൾ തളിപ്പറമ്പ് ഊണം കഴിച്ചിട്ട് പുറപ്പെട്ടതാണ്. വൈകുന്നേരം 5 മണി 5:30 ആ സമയം നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനിയിപ്പോൾ റൂമിലേക്ക് പോകാൻ്റെ തയ്യാറെടുപ്പാണ്. അപ്പോൾ പുറത്ത് നമ്മൾ വാഹനമെല്ലാം വെച്ചതാണ്. നമ്മൾ റൂമിൽ എത്തിക്കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഈ റിസോർട്ടിൽ യൂണിറ്റ് ഭാരവാഹികൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പങ്കെടുക്കാമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഇന്നത്തെ അങ്ങനെ രാത്രി അടിച്ചു പൊളിച്ചു. നമ്മുടെ സംഘടനയിൽ ഒരുപാട് കലാകാരന്മാരുണ്ട്, പാട്ട് പാടുന്നവരും അത് മറ്റു കഴിവില്ലവരും എല്ലാവരും പങ്കെടുത്തുകൊണ്ട് അടിപൊളി പരിപാടിയാക്കി രാത്രി നമുക്ക് മാറ്റാൻ പറ്റി. നമ്മുടെ മെമ്പർമാരിൽ മിക്കവരും രാവിലത്തെ നടത്തം ശീലമാക്കിയവരാണ്. അപ്പോൾ രാവിലെ നടക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. കുറച്ച് മെമ്പർമാർ നടന്ന് വന്ന് കുളിച്ച് ഫ്രഷായി ഇരിക്കുന്നവരും ഇവിടെയുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ അടിച്ചു പൊളിച്ചു. അപ്പോൾ ഇന്ന് 2-ാം ദിനം. അപ്പോൾ ഇവിടെ എല്ലാം ചുറ്റി ഒന്ന് കാണണം. അപ്പോൾ നമ്മളെ വന്ന കാര്യം, നമ്മളെ ക്ലാസ് ഉണ്ട്, അതിൽ പങ്കെടുക്കണം. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഇന്ന് ഇവിടുന്ന് വിടും. ഒരു കുറവുമില്ല. ഇനി ഇതിൻ്റെ മേലെ ഒന്ന് കയറിയിട്ട് മൊത്തം ഒന്ന് കണ്ട് ചുറ്റി കാണാൻ എത്ര കാണാൻ പറ്റുമോ അങ്ങോട്ട്? നല്ല ആയിട്ടുണ്ടല്ലോ അല്ലേ? നോക്കാം. ഇവിടെ തയ്യാറാക്കിയ ഈ വ്യൂ പോയിന്റിൽ കയറി കഴിഞ്ഞാൽ ഈ പ്രദേശം മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. ഈ തൊട്ടടുത്ത വയലും അതുപോലെ തന്നെ കുന്നും മലയും എല്ലാം, അതുപോലെ തന്നെ ഈ റിസോർട്ടിൻ്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും നോക്കുമ്പോൾ ഇതിൻ്റെ ഉയരത്തിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഇരിട്ടി സൗത്ത് യൂണിറ്റ് സെക്രട്ടറി സന്തോഷാണ്. സന്തോഷും ഇതിൻ്റെ മേലെ കയറിയിട്ട് കാണാൻ വേണ്ടി വന്നതാണ്. നല്ലൊരു വ്യൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് കയറിയത്. അധിക സമയം ഇവിടെ നിൽക്കാൻ നമുക്ക് പറ്റൂല. കാരണം വെച്ചാൽ 9 മണിക്ക് ക്ലാസ് തുടങ്ങും. രാവിലത്തെ ചായ കുടിയും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തീരെ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങുക ചെയ്തത്. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരളേൻ്റെ AAWKൻ്റെ ജില്ലാതല
നേതൃത്വ പരിശീലന ക്യാമ്പാണ് ഇന്നിവിടെ നടക്കുന്നത്. അത് രാവിലെ 9 മണി മുതൽ ക്ലാസ് ആരംഭിക്കും. ഉച്ചയ്ക്ക് ശേഷം ഇവിടുന്ന് നമ്മൾ വെക്കേറ്റ് ചെയ്തിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകും. വയനാട്ടിൽ നമ്മൾ നേരത്തെയും വന്നിട്ടുണ്ടായിന്. നമ്മൾ 1-2 വീഡിയോ വയനാട്ടിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. വയനാട് മുണ്ടക്കൈ ദുരിതബാധിത പ്രദേശങ്ങളിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് 5 വീടാണ് കൽപ്പറ്റയിൽ കൊടുത്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലുണ്ട്. നമ്മുടെ സംഘടനേൻ്റെ മറ്റൊരു പ്രത്യേകത എല്ലാ മെമ്പർമാരെയും ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് ചേർത്തു എന്നത് തന്നെയാണ്. അതുകൂടാതെ 65 വയസ്സ് കഴിഞ്ഞ മുഴുവൻ മെമ്പർമാർക്കും പെൻഷൻ കൊടുക്കുന്ന ഒരു പരിപാടിയും കൂടി സംഘടന നടപ്പാക്കി വരുന്നുണ്ട്. അതുപോലെ തന്നെ വെൽഫെയർ, അപകട ഇൻഷുറൻസിന് പുറമെ ഇതുകൂടെ കിട്ടും. ഏതൊരു മെമ്പർ മരിച്ചു കഴിഞ്ഞാലും കുടുംബത്തിന് 50,000 രൂപ ഒരു ധനസഹായം കൊടുക്കുന്ന ഒരു പദ്ധതിയും കൂടി നമുക്കുണ്ട്. അപ്പോൾ ലൈഫ് ലൈൻ പദ്ധതി തുടങ്ങിയിട്ട് ഇപ്പോൾ 2 മാസം കഴിയുന്ന ഈ സമയത്ത് 3.5 കോടി രൂപയോളം സംഘടന മെമ്പർമാർക്ക് കൊടുത്തു കഴിഞ്ഞു. ഓരോ മെമ്പർമാർക്കും മരണാനന്തരം അവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു മെമ്പർ അവരുടെ വിഹിതമായിട്ട് അടക്കേണ്ടത് കേവലം 50 രൂപ മാത്രമാണ്. അത് വരും വർഷങ്ങളിൽ അതിൽ കുറയാനും സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ചേർന്നവർക്ക് ഭാവിയിൽ വിട്ടുമാറാത്ത അസുഖങ്ങൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കുന്നതുൾപ്പെടെയുള്ള വളരെ വലിയ പദ്ധതിയാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് ഇന്നത്തെ നേതൃത്വ പരിശീലന ക്യാമ്പ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഈ ലൈഫ് ലൈൻ പദ്ധതിൻ്റെ മറ്റൊരു പ്രത്യേകത ഏറ്റവും പ്രായം കൂടിയ 80-85 വയസ്സ് പ്രായമുള്ള മെമ്പർമാർ പോലും ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിട്ടുമാറാത്ത അസുഖമുള്ളവർ എല്ലാവരെയും ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചേർത്തിട്ടുണ്ട്. അതുതന്നെയാണ് ഈ സംഘടനയുടെ മറ്റൊരു പ്രത്യേകത. നമ്മുടെ സംഘടനയിലെ മെമ്പറായ എല്ലാവരെയും ചേർത്ത് നിർത്തുക എന്നതാണ് ഈ സംഘടനയുടെ ഉദ്ദേശം. അതുതന്നെയാണ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ തരം പദ്ധതിയിൽ അംഗങ്ങളാണെങ്കിൽ അവരുടെ പ്രായം, ഹെൽത്ത് കണ്ടീഷൻ ഇതെല്ലാം നോക്കിയിട്ടാണ് ഇത്തരം പദ്ധതികളിലെല്ലാം അംഗങ്ങളാക്കൽ. ഇതൊന്നും മാനദണ്ഡമില്ലാതെയാണ് ഇപ്പോൾ ഈ പരിപാടി ഇതിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ സംഘടനക്ക് കണ്ണൂർ ജില്ലയിൽ 23 യൂണിറ്റാണുള്ളത്. 5000-ഓളം മെമ്പർമാരുമുണ്ട്. അപ്പോൾ ഓരോ യൂണിറ്റിൽ നിന്നും 5 പേരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. യൂണിറ്റ് സെക്രട്ടറി, പ്രസിഡൻറ്റ്, ട്രഷറർ, വൈസ് പ്രസിഡൻറ്റ്, ജോയിൻറ്റ് സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി അടക്കം 130ഓളം മെമ്പർമാർ ഇന്നലെ മുതൽ ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഈ പരിപാടി പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ക്ലാസ് തുടങ്ങേണ്ട സമയമായി. ബാക്കി വിശേഷങ്ങൾ പിന്നെ പറയാം. ഇന്നത്തെ ഈ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് അധ്യാപകൻ രാധാകൃഷ്ണൻ മാണിക്കൊത്താണ്. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവാണ്. അതുപോലെ പ്രഭാഷകനാണ്. ഉപ്പു ചേർത്താലേ രുചിയുള്ളു കഞ്ഞിയിൽ, ഉപ്പു ചേർത്താലേ രുചിയുള്ളു കഞ്ഞിയിൽ, ഉപ്പു തരി വീണലിഞ്ഞു മറഞ്ഞു പോ മട്ടിൽ. അങ്ങനെ ഒരു രാവും ഒരു പകലും വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പോയതായിട്ട് എല്ലാവർക്കും തോന്നി. അങ്ങനെ
എല്ലാവരും വളരെ സന്തോഷത്തോടെ ഹാപ്പിയായി ഉച്ചഭക്ഷണം കഴിച്ച് ഞങ്ങൾ പുറപ്പെട്ടു. 2 ദിവസത്തെ പരിപാടി ഇവിടുന്ന് സമാപിച്ചു. ഇനി അടുത്ത യാത്ര ഡാം സന്ദർശനമാണ്. ഇനി ഡാമിൽ നിന്ന് കാണാം.